So morning we studied what is hibernation. What is hibernation? Hibernation means deep sleep. Deep sleep for long time. എന്ന് പറഞ്ഞാൽ കുറേ സമയത്തിന് കുറേ ദിവസത്തെയും ടുഗെദർ ഒറ്റ ഉറക്കം. പകലും രാത്രിയും എല്ലാം ഉറങ്ങുന്നതിനാണ് നമ്മൾ ഹൈബർനേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഹൈബർനേഷൻ ചെയ്യുന്നത്? Why do they go for hibernation? Why do they go for hibernation? Adra? Unmute answer. നമ്മളിപ്പോ പുറത്തു പോകുമ്പോ തണുപ്പും ചൂടും ആവുമ്പോ നമുക്ക് ലേസി ആയിട്ട് തോന്നാ അതുകൊണ്ടാണ്. Okay. That is not human beings. Human beings does not do hibernation. Only that Kumbhakarna was doing himself. Otherwise, no human beings will do that. നമ്മള് മനുഷ്യരൊന്നും അത് ചെയ്യാറില്ല. പുരാണത്തിലെ ആ കഥാപാത്രം മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മളൊക്കെ സാധാരണ റെഗുലർ ലൈഫാണ്, നോർമൽ ലൈഫാണ്. ബട്ട് ആനിമൽസ് വിച്ച് ആർ ലിവിങ് ഇൻ polar regions and in high extreme regions means okay, high level, അതായത് ഭയങ്കര തണുപ്പുള്ള സ്ഥലങ്ങളിലും ഭയങ്കര ചൂടുള്ള സ്ഥലങ്ങളിലും മാത്രമാണ് ഈ ഹൈബർനേഷൻ അനിമൽസ് ചെയ്യുന്നത്. ബിക്കോസ് there will be extreme climate, maybe hot or cold. Otherwise the scarcity of food will be there at that time. ചില സമയത്ത് അവർക്ക് ഫുഡിന് സ്കാർസിറ്റി വരും. സ്കാർസിറ്റി മീൻസ് what is the meaning of that? Scarcity എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഷോർട്ടേജ് ഓഫ് എന്ന് വെച്ചാൽ കുറവ്, ഭക്ഷണം കിട്ടാതെ വരും. നമുക്കറിയാം നല്ല മഞ്ഞ് വീഴുന്ന സമയത്തൊക്കെ പുറത്ത് പോയിട്ട് ഭക്ഷണം ശേഖരിക്കില്ല, ഭക്ഷണം ഒന്നും കിട്ടാൻ സാധ്യതയില്ല അല്ലെ. ഓക്കെ, സോ വെൻ ദർ ഇസ് സ്കാർസിറ്റി ഓഫ് ഫുഡ് ഓർ വെൻ എക്സ്ട്രീം ക്ലൈമറ്റ്, മേ ബി എക്സ്ട്രീം ഹോട്ട് ഓർ എക്സ്ട്രീം കോൾഡ്, എന്തോ ആയിക്കോട്ടെ, ആ സമയത്ത് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ വരും. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ദേ വിൽ ഗോ ഫോർ ഹൈബർനേഷൻ. അപ്പൊ ആ സമയത്ത് എങ്ങനെ അവര് സർവൈവ് ചെയ്യുന്നത്? ഭക്ഷണമില്ലാതെ ഇങ്ങനെ മന്ത്സ് ടുഗെദർ, മാസങ്ങളോളം എങ്ങനെ അവർ കഴിയുന്നത്? Because at that time they will utilize the food that they have, or the food means here fat they have stored in their bodies. അവരുടെ ബോഡിയിൽ അവർ ഭക്ഷണമൊക്കെ കഴിച്ച അവരുടെ ശരീരത്തിലായിരിക്കുന്ന ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഴുപ്പ്. ആ കൊഴുപ്പ് അവരുടെ ബോഡി ഉപയോഗിക്കും, യൂട്ടിലൈസ് ചെയ്തിട്ട്. സം ആക്ടിവിറ്റീസ് ഓഫ് പ്ലാന്റ്സ് സച്ച് ആസ് ലോസ് ഓഫ് വാട്ടർ ആൻഡ് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഓൾസോ ഗെറ്റ് റെഡ്യൂസ്ഡ് ഇൻ വിന്റർ. So that is in hibernation is in animals, but in plants which are living in a extreme cold region and all have നമ്മൾ പറഞ്ഞായിരുന്നു പൈൻ ട്രീസിന്റെ ഒക്കെ ലീവ്സിൽ അങ്ങനെ തങ്ങി നിൽക്കത്തില്ല എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ such a loss of water and rate of photosynthesis also get reduced in winter seasonൽ അവരുടെ ഫോട്ടോസിന്തസിസ് വളരെ കുറവായിരിക്കും. What is the meaning? What is photosynthesis happen? What do you mean by photosynthesis? Heaven Varghese, please. Photosynthesis. Photosynthesis means what? നമ്മളിങ്ങനെ സ്റ്റോറേജ് വെച്ചിരിക്കുന്ന പറഞ്ഞോ. സ്റ്റോറേജ് വെച്ചിരിക്കുന്ന ഫുഡ് ഇങ്ങനെ അബ്സോർവ് ചെയ്യുക, അതാണ് ഫോട്ടോസിന്തസിസ്. ശ്രീവിഷ്ണു, what is photosynthesis? കൈയൊക്കെ പൊക്കി കാണിച്ചായിരുന്നല്ലോ. photosynthesis type plants making their food by using sunlight, carbon dioxide and soil. Sunlight, water, and carbon dioxide. Okay, so what is photosynthesis? Photosynthesis is the process by which the plants make their food with the help of sunlight, carbon dioxide and water and minerals from minerals. Okay, അപ്പോൾ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നതിനാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിന്റെ കിച്ചൺ എന്ന് പറയുന്നത് എന്താണ്? What is the kitchen of a plant? Nijad, what is the kitchen of a plant? Leaf. Okay, leaf is the kitchen of the, അതായത് പ്ലാന്റ്സിന്റെ അടുക്കള എന്ന് പറയുന്ന ലീഫാണ്. കാരണം ലീഫാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, ലീഫിൽ വെച്ചിട്ടാണ് അല്ലെ. യൂസിങ് ദ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് മിനറൽ ഫ്രം ദ സോയിൽ. ഓക്കെ, ഇനി ഈ വിന്റർ സീസണില് അല്ലെങ്കിൽ വെരി സമ്മർ സീസണിലൊക്കെ എന്താണ്
ഈ പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്തസിസ് പ്രോസസ് കുറയും. സാധാരണ എപ്പോഴും നടക്കുന്ന പോലെ അല്ല. കാരണം വെള്ളം കിട്ടാതെ വരുമ്പോൾ അവരുടെ ഫോട്ടോസിന്തസിസ് വളരെ കുറവായിരിക്കും. നമുക്കറിയാം, നമ്മളുടെയൊക്കെ വീടുകളിലുള്ള പ്ലാന്റ്സിനൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റെയിൻ കിട്ടുന്നത് കൊണ്ട് തന്നെ ആ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള വാട്ടറൊക്കെ സോയിലിൽ നിന്ന് ശേഖരിക്കാൻ പറ്റും. പക്ഷേ നമുക്കറിയാം, ഇൻ പ്ലേസസ് വേർ ദർ ഈസ് നോ റെയിൻ they may not be getting much water, isn't it? ഡെസേർട്ട് പോലെയുള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മഴ ലഭിക്കാത്ത സ്ഥലങ്ങളിലും ഒക്കെ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ അല്ല പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഇത് കിട്ടാതെ വരുന്ന സമയങ്ങളിൽ ഫോട്ടോസിന്തസിന്റെ എണ്ണം കുറയ്ക്കും. നെക്സ്റ്റ്, അഡോപ്റ്റേഷൻ ഫോർ ഗ്രാസ് ലാൻഡ് ഹാബിറ്റേറ്റ്സ്. ഇനി ഗ്രാസ് ലാൻഡ് ഹാബിറ്റേറ്റ്സിൽ എങ്ങനെയാണെന്നുള്ളതാണ്. പ്ലാന്റ് ലൈഫ്. ഗ്രാസ് ലാൻഡ്സ് ആർ വിൻഡി ആൻഡ് ഡ്രൈ. സം അഡോപ്റ്റേഷൻസ് ഇൻ ഗ്രാസ് to survive in these conditions are, ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഡ്രൈ ആയിരിക്കും, അതായത് മഴയൊന്നും ഉണ്ടാകുകയില്ല. അപ്പം ഗ്രാസ് അവിടെ വിഞ്ചി ആയിരിക്കും, ഭയങ്കര കാറ്റും ഡ്രൈയും ആയിരിക്കും. അപ്പൊ അവിടുത്തെ അഡോപ്റ്റേഷൻസ് എന്താണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ സ്റ്റാക്സ് സോ ദാറ്റ് ദേ ബെൻഡ് ആൻഡ് ഡു നോട്ട് ബ്രേക്ക് ഇൻ വിൻഡി കണ്ടീഷൻസ്. മനസ്സിലാക്കണ്ടേ? ഞാൻ ലാപ്പ് ഒന്ന് മാറ്റിയായിരുന്നു, മറ്റേ ലാപ്പിലല്ല. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ നോക്കട്ടെ. വെയിറ്റ് എ സെക്കൻഡ്, ഒന്ന് ഓപ്പൺ ആയി വരട്ടെ. മിസ്സസ് സ്ക്രീൻ ഷെയർ ചെയ്താ? ഇല്ല. Grasslands receive a fair amount of rain, but it is seasonal and there are long periods of drought every year. A drought is a long period of time where an area receives little to no rainfall. Both savannas Drought and means prairies are types of grasslands that undergo yearly droughts. Drought എന്ന് പറഞ്ഞാൽ വരൾച്ച. The long, narrow leaves or blades of grass keep the grass from losing too much water. Okay. This is very Listen. ഈ അവിടുത്തെ ഗ്രാസിലെ ഈ പുല്ലിന്റെ ഇത് ഉണ്ടോ, അത് നാരോ ആണ്, അതായത് ബ്ലേഡ് പോലെ ഇരിക്കുന്നതാണ് അല്ലെ. അപ്പം ഇറ്റ് വിൽ ഹെൽപ് ദ വാട്ടർ ടു ബി ലോസ്റ്റ് ഇൻ വെരി ലെസ് എമൗണ്ട്. അതായത് വെള്ളം ഒരുപാട് ജലാംശം ഉള്ള വെള്ളം കുറെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ജലാംശം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ. ഓക്കെ. important during a drought. Plants that live in savannas and And it prairies has often a have deep very roots. deep roots. ഇതിന് These അവിടുത്തെ deep roots can help പ്ലാന്റ്സിന് ഇറ്റ് ഹാസ് എ ഡീപ് റൂട്ട് വളരെ ആഴത്തിലേക്ക് പോകും. എന്തിനായിരിക്കും അത്? ടു സെർച്ച് ഫോർ ദ വാട്ടർ. വെള്ളം അതായത് മണ്ണില് ബാക്കി കിടക്കുന്ന എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വലിച്ചെടുക്കാൻ വേണ്ടി ഡീപ് റൂട്ട് ഇറ്റ് ഹാസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Reach water that's deep underground during a period of drought. The deep roots of grasses also keep them from being pulled out of the ground as they're eaten by herbivores. Grasses are very hardy plants that can quickly recover and regrow even after being trampled or eaten by animals. There are some trees that grow in grasslands, particularly the tropical grasslands we call savannas. ആൻഡ് ട്രീസ് നോക്കിക്ക് എങ്ങനെയായിരിക്കും? ഇവിടെ അവിടെ ഒന്നും ബ്രാഞ്ചസ് ഉണ്ടാവത്തില്ല. അർജുൻ, പ്ലീസ് ലുക്ക് അറ്റ് ദ സ്ക്രീൻ. ട്രീസില് there will not be much branches here in between and all. See on the top മേളിലായിരിക്കും.
എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ആ ഇല ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കും. കുറച്ച് ഇലകൾ ഉണ്ടാവുള്ളൂ, പടർന്ന് പന്തലിച്ച് കിടക്കും. അതിന് തണുപ്പും കിട്ടും. ഓക്കെ. Some of these trees store water inside of thick trunks. This adaptation allows these large plants to survive during long periods of drought. In grasslands, some animals are very small, and this adaptation allows them to hide in the grass. Okay. പിന്നെ ഇനി ഗ്രാസ്ലാൻഡിലുള്ള animals are small ones. So they can hide themselves or they can stay back inside the grass. വലിയ അനിമൽസിലാണെങ്കിൽ ഗ്രാസ്ലാൻഡ് എന്ന് പറയുമ്പോൾ വലിയ ഇങ്ങനെ കാട് കയറി കിടക്കുന്ന ഫോറസ്റ്റ് പോലെ അല്ലല്ലോ, അധികം ഹൈറ്റ് ഇല്ലാതെ. അപ്പൊ ഈ അനിമൽസ് ആർ സ്മോൾ വൺസ്. സിൻസ് ദേ ആർ സ്മോൾ, ദേ ക്യാൻ സ്റ്റേ ബാക്ക് ഇൻസൈഡ് ദ ഗ്രാസ്. പുല്ലിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റും. ഓക്കെ. These animals are also often brown or green, which allows them to blend in and hide in the grass much easier. Other animals live in large herds for protection. The animals in a herd can alert each other to danger, and they can work together to protect their young. These large herds will often migrate long distances during a drought. ഓക്കെ. അപ്പൊ മനസ്സിലായോ ഗ്രാസ്ലാൻഡിലെ പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെ ഒക്കെ അഡാപ്റ്റേഷൻസ്? ഓക്കെ. ട്രോപ്പിക് flexible stacks so that they bend and do not break in windy conditions. അപ്പൊ ഇതിന്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റാക്ക് ആയിരിക്കും, തണ്ട്. അതായത് കാറ്റൊക്കെ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്കറിയാം ഒരു സാധാരണ നമ്മുടെ ഇവിടെയുള്ള ഒരു പ്ലാന്റിന്റെ തണ്ടെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും അല്ലെ, സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അത് കാറ്റ് വരുമ്പോഴത്തേനും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതാകുമ്പോ കാറ്റ് ഈ സൈഡിൽ നിന്ന് വീശുമ്പോഴത്തേനും ഇങ്ങോട്ട് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ അത് പൊട്ടിപ്പോകും 2-3-4 തവണയൊക്കെ ആകുമ്പോഴത്തേന്. ബട്ട് the plants in grasslands have a flexible. What is the meaning of flexible? Flexible എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? Flexible means നന്നായിട്ട് വളയാനും, പറഞ്ഞോ? വളയാനും തിരിയാനും ഫ്ലെക്സിബിൾ. നമ്മൾ പറയല്ലോ ചില ആൾക്കാരുടെ ബോഡി ഫ്ലെക്സിബിൾ ആണ്, സോ ഷീ കാൻ ഡു ഡാൻസ് വെല്ല്. ചില ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കും, നമ്മൾ പേടിച്ചു പോകും അല്ലെ. കാലൊക്കെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ വെച്ച് എന്തെല്ലാം എക്സസൈസ് ചെയ്യും. നമ്മളെങ്ങനെ അങ്ങനെ ഒന്ന് കാല് വളയ്ക്കാമെങ്കിലോ 3 കഷ്ണമായിട്ടിരിക്കും അല്ലെ. ഓക്കെ. അപ്പം ചില ആൾക്കാരുടെ ബോഡി വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇങ്ങനെ ഈ കരാട്ടെ ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ തലയും കുത്തി മറിയുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാക്കും. നമ്മൾ ഒരു തവണ ട്രൈ ചെയ്താൽ പിന്നെ 3 വർഷത്തിന് ബെഡ് റിഡൻ ആയിരിക്കും. ഓക്കെ. സോ ഇവിടുത്തെ ഈ പറഞ്ഞ ഗ്രാസിന്റെ ഒക്കെ സ്റ്റാക്ക് മീൻസ് തണ്ട് ഇങ്ങനെ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പൊ കാറ്റൊക്കെ വീശുമ്പം നേരെ ഇങ്ങനെ മറിഞ്ഞാലും ഒടിഞ്ഞു പോകത്തൊന്നുമില്ല. സോ പിന്നെ അവിടെ എപ്പോഴും കാറ്റ് വീശുന്ന ഏരിയ ആണല്ലോ ഈ പറയുന്ന ഗ്രാസ്ലാൻഡിലൊക്കെ. They are flexible stacks so that they bend and do not break in windy conditions. Strong roots to anchor the grass. കാണിച്ചു തന്നായിരുന്നു, റൂട്ട്സ് കാണിച്ചു തന്നായിരുന്നു അല്ലെ. സ്മോൾ ലീവ്സ് ടു റെഡ്യൂസ് ലോസ് ഓഫ് വാട്ടർ. നമ്മൾ ആ ട്രീസിന്റെ കണ്ടു അവിടെ എവിടെയും ബ്രാഞ്ചസ് ഒന്നുമില്ല, മേളില് സ്മോൾ ലീവ്സ് ആണ്, ചെറിയ ലീവ്സ് ആണ്. സ്മോൾ റെഡ്യൂസ് ടു ലോസ് ഓഫ് വാട്ടർ. Trees growing in grasslands, for example, acacia, are also small, with small leaves and roots that go deep into the soil in search of water. So mainly grasslandiലുള്ള പ്ലാന്റ്സിന്റെ leaves will be small and roots will be very deep. Roots വളരെ ഡീപ്പ് ആയിട്ട് ആയിരിക്കും. കാരണം വെള്ളം ഒരുപാട് കിട്ടുന്നില്ല, ഡ്രൈ ക്ലൈമറ്റ് ആണ്, വിൻഡി ക്ലൈമറ്റ് ആണ്. Halima, please unmute. Sorry, mute yourself, Halima. Okay. അപ്പം ലീവ്സ് വളരെ ചെറുതായിരിക്കും, അതുകൊണ്ട് തന്നെ ലോസ് ഓഫ് വാട്ടർ വിൽ ബി വെരി ലെസ്. മറ്റു ട്രീസിനെ അപേക്ഷിച്ച് വെള്ളം ഒരുപാട് നഷ്ടപ്പെട്ടില്ല, കുറച്ച് ലീവ്സേ ഉള്ളൂ, അത് സ്മോൾ ലീവ്സ് ആയിരിക്കും. പിന്നെ അവിടെ എവിടെയും ബ്രാഞ്ചസുകളൊക്കെ വളരെ കുറവായിരിക്കും, അങ്ങനെ ബ്രാഞ്ചസ് ഇല്ലാത്ത ട്രീസ് ഒരുപാടുണ്ടാകും. ഹലിമ, പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ് മൈ ഡിയർ. ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചാ ഹലീമ, സൗണ്ട് വരുന്നു മോളെ. ഓക്കെ, നീ ഓപ്പൺ ചെയ്യല്ലേ. ശരി, നെക്സ്റ്റ്. ആൻഡ് ട്രീസ് റൂട്ട്സ് വിൽ ബി വെരി ലോങ് റൂട്ട് because it has to go deep into the soil to search for the water, because they are not getting often rain and all, so they have to search for the water for in the deep soil. അതുകൊണ്ട് തന്നെ റൂട്ടും ഡീപ്പ് ആയിരിക്കും, വളരെ ആഴത്തിൽ ഇറങ്ങി പോകാൻ പറ്റുന്ന റൂട്ട് ആയിരിക്കും വെള്ളത്തിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തത്. ഓക്കെ,
So these are the special habitats of plants in grasslands. Next, animals live in grassland. Lions live in forest and in grasslands. They have the following adaptations. Especially lion കൂടുതലും ഈ ഫോറസ്റ്റിലും അതുപോലെ ഗ്രാസ്ലാൻഡിലും ഒക്കെയാണ് ജീവിക്കുന്നത്. അതിന് അവിടെ ജീവിക്കാൻ പറ്റിയ അഡോപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ they are light brown in color and are not clearly visible to their prey when hiding in dry grasslands. And we know that lion somewhat a brownish color, isn't it? Lion's color ഒരു brownish color ആണ്. അപ്പൊ ഇതിനെ easy ആയിട്ട് it can hide there. Easily it can hide in the grasslands because dry leaves are somewhat a yellowish or brownish color. So it can hide itself in the grass, among the grass from its prey. അതായത് ഇരകൾ വരുമ്പോൾ കാണാതെ ഒളിച്ചിരിക്കാനുള്ള ഒരു ഫെസിലിറ്റി അതായത് ഇതിന്റെ കളറിൽ തന്നെയുണ്ട് ലയണിന്റെ. പെട്ടെന്ന് അങ്ങ് ശ്രദ്ധിക്കപ്പെടില്ല. നിങ്ങള് ഈ കെമിലിയോണിനെ കണ്ടിട്ടുണ്ടോ? കെമിലിയോൺ, ഡു യു നോ വാട്ട് ഈസ് കെമിലിയോൺ? കെമിലിയോൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് ആർക്കറിയാവുന്ന ആള്? ആർക്കും അറിയില്ല. ഓന്തെന്ന് കേട്ടിട്ടുണ്ടോ? ഓന്ത്. ഈ ഓന്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഡു യു നോ വാട്ട് ഈസ് ദാറ്റ്? കളർ മാറ്റം, കളർ മാറും. എപ്പോഴാ അതിന്റെ കളർ മാറുന്നേ? കുളിക്കുമ്പോഴാണോ ഉറങ്ങുമ്പോഴാണോ എപ്പോഴാ? പേടി, ശത്രുക്കളൊക്കെ വരുമ്പോൾ അതെ, അത് അതിന്റെ ഒരു ട്രിക്കാണ്, അതിന്റെ ബോഡിയിലുള്ള ഒരു ട്രിക്നെസ് ആണത്. ഇറ്റ് ക്യാൻ ഹൈഡ് ഇൻ എമംഗ് ദ ബുഷസ്. സാധാരണ നമുക്കറിയാം ഇങ്ങനെ പുല്ലിന്റെ ഇടയിലും ചപ്പിന്റെ ഇടയിലൊക്കെ നമ്മൾ സാധാരണ ഓന്തിനെയൊക്കെ കാണുന്നത് അല്ലെ. ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഓന്തിന്റെ ഒരു പ്രത്യേകത ഇറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ്സ് കളർ ടു ഹൈഡ് ഫ്രം ഇറ്റ്സ് എനിമീസ് ആൻഡ് ഫ്രം ഇറ്റ്സ് പ്രേ. അതായത് എനിമീസിൽ നിന്നും അതിന്റെ പ്രേ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇര. അതിന്റെ ഇരയിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പച്ച കളറിലുള്ള പച്ച പുല്ലിനകത്താണെങ്കിൽ അത് പച്ച കളറാവും അതിന്റെ ബോഡി. അപ്പൊ പെട്ടെന്ന് നമുക്ക് അങ്ങ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഒരു ഓന്തുണ്ടെന്ന്. നമ്മള് അതിനെ പിടിച്ചു തിന്നാൻ വരുന്ന അല്ലെങ്കിൽ അതിന് എനിമീസ് ആയിട്ടുള്ള മറ്റ് അനിമൽസ് ഉണ്ടാകും. ഇത് നമ്മൾ കണ്ടാൽ തന്നെ നമ്മൾ വേണ്ട ഒരു കല്ലെടുത്തറിയും അല്ലെ. ഞാൻ മുമ്പ് 4ാം ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, കമ്പ്യൂട്ടറിന്റെ ഒരു ഇത് ചോദിച്ചപ്പോൾ. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളൊരു ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അപ്പൊ ആ കുട്ടികളെല്ലാം പറഞ്ഞ ഓരോരോ അഭിപ്രായം പറയാ. Someone said that they will stand in the road like that itself. ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല, അനങ്ങൂല, ഒന്നും ചെയ്യില്ല. Someone said they will take and throw stones. Some students said that they will take a stick and they will beat. Some said that they will run away. Some said that they will climb on the tree. ഇങ്ങനെ ഓരോ എക്സാമ്പിൾ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പം കൂടുതൽ പേര് പറഞ്ഞത് കല്ലെടുത്ത് എറിഞ്ഞു ഓടിക്കുന്ന പറഞ്ഞു, അല്ല വടിയെടുത്ത് അടിച്ചു ഓടിക്കുന്ന പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു നല്ല സ്വഭാവമാണല്ലോ അല്ലെ. അത് എന്നിട്ട് ഞാൻ പറഞ്ഞ എറിയുന്ന കൊള്ളാം, പട്ടിയുടെ കടിയും മേടിച്ചോണ്ട് പോരണ്ടേയും വരും എന്ന് പറഞ്ഞു. ഓക്കെ, എനിവേ ഇവിടെ നമുക്കറിയാം നമ്മുടെ ഓന്തിനെയൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു കല്ലൊക്കെ എടുത്തെറിഞ്ഞ് എറിയും. ചിലപ്പം ബൈ ചാൻസ് അതിന്റെ ദേഹത്ത് വീണാൽ ചത്തും പോയെന്നും വരും അല്ലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള നമ്മളെ പോലുള്ള എനിമീസ്, മറ്റ് അനിമൽസ് വിച്ച് ആർ ഈറ്റിംഗ് ദ കെമിലിയൻ ഉണ്ടല്ലോ, ആർ ദർ എനിമീസ്. അത് അവരുടെ ശത്രുക്കളാണ്. അവരെ തിന്നുന്നതോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള മറ്റുള്ള ജീവികളെല്ലാം അവർക്ക് എനിമീസ് ആണ്. അപ്പോൾ ഈ 1 സെക്കൻഡ്, ഈ എനിമീസിനൊക്കെ എന്ത് ചെയ്യും? അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കെമിലിയോൺ അതിന്റെ കളർ ചേഞ്ച് ചെയ്യും. ഇപ്പം ഗ്രീൻ ഗ്രാസിലാണെങ്കിൽ ഗ്രീൻ കളർ ആക്കും, ബ്രൗണിഷ് ഗ്രാസിലാണെങ്കിൽ ബ്രൗൺ കളർ ആക്കും. ഇനി ഇറ്റ്സ് പ്രേയിനെ കാണുമ്പോൾ, അതിന്റെ ഇരകളെ കാണുമ്പോൾ, അതിന് പിടിച്ചതിനാലുള്ള ഇരനെ കാണുമ്പോൾ പുൽച്ചാടി അങ്ങനെയുള്ളതിനെ കാണുമ്പോഴും ഇറ്റ് വിൽ ചേഞ്ച് ഇറ്റ്സ് കളർ. ഓക്കെ, ലൈക്ക് ദാറ്റ് വേ ഇതിന്റെ ഒരു പ്രിവിലേജ് ആണ്. ഈ ലയണിന്റെ കളർ ഈ ഗ്രാസ്ലാൻഡിൽ അതിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. They are light brown in color and are not clearly visible to their prey when hiding in dry grasslands. The way in which features of an animal's body lack its color or shape matches its surroundings so that it is difficult to be seen is called camouflage. നിങ്ങൾ കാമോഫ്ലാഗ് എന്ന വാക്ക് നിങ്ങൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 5th അതിനി 7th എന്ന് എനിക്കറിയത്തില്ല. കാമോഫ്ലാഗ് മീൻസ്, camouflage എന്ന് പറഞ്ഞാല് നമ്മള് changing the color of the body or the body which is fit for the climate അല്ല, സറൗണ്ടിങ്സ്. അതിന്റെ സറൗണ്ടിങ്ങുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ബോഡി ഷേപ്പോ ബോഡിയുടെ കളറോ ഉള്ള ജീവികളെ
നമ്മൾ അതിന് പറയുന്ന പേരാണ് കാമോഫ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഓന്ത് ഈ പറഞ്ഞ കെമിലിയോൺ അതിന്റെ അതിനനുസരിച്ച് അതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ? പെട്ടെന്ന് നമുക്ക് ചില പ്രാണികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഷാനിഫ് എന്താണ് അവിടെ കുഞ്ഞു ആരോടാ അവിടെ സംസാരിക്കണ കുഞ്ഞാ? പാവം എന്റെ കുഞ്ഞിപ്പെണ്ണ് സിസ്റ്റർ കുഞ്ഞി ലിറ്റിൽ സിസ്റ്റർ സ്ലിപ്പിംഗ്. ഞാൻ മിസ് കളിക്കുന്നുണ്ട്. ഓക്കെ. ആ കേട്ടു, സൗണ്ട് കേട്ടു ഇപ്പം. ശരി, അപ്പൊ നമ്മുടെ പറഞ്ഞതെന്ന് വെച്ചാല് ഈ ക്ലൈമറ്റ് അല്ല, സറൗണ്ടിങ്ങിന്റെ അനുസരിച്ച് അതിനൊരു അഡോപ്റ്റേഷൻ രീതിയിലുള്ള കളർ അല്ലെങ്കിൽ അതിന്റെ ബോഡി ഷേപ്പ് അതിനെയൊക്കെ നമ്മൾ പറയുന്ന പേരാണ് കാമഫ്ലാഗ്. മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. കാമഫ്ലോഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്. ഇപ്പൊ ലയണിന്റെ കാര്യം പറഞ്ഞു, സംവാട്ട് ബ്രൗണിഷ് കളർ. അപ്പൊ അതിന് ഗ്രാസ് ലാൻഡിലൊക്കെ ഒളിച്ചിരിക്കാൻ പറ്റും മറ്റു ജീവികൾ കാണാതെ അല്ലെ? ഇനി ചില ആനിമൽസിന്റെ നമ്മൾ പറഞ്ഞ ഓന്ത് പോലെയുള്ളതിന്റെ കളർ. പിന്നെ നമ്മൾ ഈ പറയുന്ന എന്താ പച്ചിലപ്പാമ്പില്ലേ, ഗ്രീൻ കളർ സ്നേക്ക്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ പച്ചിലപ്പാമ്പിനെ? ഓക്കെ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവത്തില്ല അല്ലെ? അപ്പൊ ആ കളറിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമോ പാമ്പിനെ? പെട്ടെന്ന് അത് മൂവ് ചെയ്താൽ എന്തായാലും മനസ്സിലാകും. ഓരോരുത്തർ കമ്പയിലൊക്കെ ഇരിക്കുന്ന കണക്ക് നമ്മൾ ചിലപ്പോൾ അതിന്റെ അടുത്തൊക്കെ പോയി നിന്നു വരും, നമ്മൾ കണ്ടില്ലെന്നൊരിക്കലും. അത് അനങ്ങുന്ന കാണുമ്പോഴേ പിന്നെ പേടിച്ച് കാറിക്കൊണ്ട് നമ്മൾ ഓടുള്ളൂ അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് വേണമെങ്കിൽ നൈസായിട്ട് നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ നല്ല സ്നേഹിക്കിന്റെ അടുത്തും അല്ലെങ്കിൽ എന്താ പറയണ്ടേ മങ്കിയുടെ അടുത്തും ഒക്കെ പോയി ഇരുന്നേച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സുഖമായിട്ടിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ സ്ഥാനത്തെ കണ്ടു കഴിയുമ്പോഴോ വിൽ ബി അഫ്രൈഡ്. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ എന്താ പറയുന്നത് ഹരിശ്രീ അശോകനെ പോലെയുള്ള ആൾക്കാരൊക്കെ പാമ്പൊക്കെ തോളയിലൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യും? അനങ്ങൂല, വലിയ കാര്യമായിട്ട് ഡയലോഗ് ഒക്കെ അടിച്ചിരിക്കും. ഇച്ചിരി കഴിയുമ്പോൾ ആരെങ്കിലും പറയണ്ട പാമ്പ് പാമ്പ് എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന പാമ്പ് കാണുമ്പോഴും പേടിച്ച് കാണിക്കൊണ്ട് ഓടും അല്ലെ? അപ്പൊ ഇതുപോലുള്ള പിന്നെ ദ വേ ഇൻ വിച്ച് ഫീച്ചേഴ്സ് ഓഫ് ആൻ അനിമൽസ് ബോഡി ലൈക്ക് ഇറ്റ്സ് കളർ ഓർ ഷേപ്പ് matches its surrounding so that it is difficult to be seen. പെട്ടെന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ ബോഡിയുടെ ഷേപ്പോ കളറോ മാച്ച് ചെയ്യുന്നത്, സറൗണ്ടിങ്ങുമായിട്ട് മാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാമോഫ്ലോഗ് എന്ന് പറയുന്നത്. They have strong claws that can be withdrawn inside their torso. ഇനി വേറെ ചില ജീവികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് സ്ട്രോങ് ക്ലൗസ് that can be withdrawn inside their torso. അതായത് നഖം നല്ല ഷാർപ്പായിട്ടുള്ള നഖം ഉണ്ടാവും, അതിങ്ങനെ ഇങ്ങനെ നീട്ടി പിടിച്ചോണ്ടല്ല ഇരിക്കുന്നത്. പക്ഷെ ഇറ്റ് ക്യാൻ ബി വിത്ഡ്രോൺ ഇൻസൈഡ്, ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു വെച്ചോണ്ടിരിക്കും. ആവശ്യ സമയത്ത് മാത്രമേ ഇത് എടുത്ത് പ്രയോഗിക്കും. ഇഫ് യു ഹാവ് ഡോഗ്സ് അറ്റ് ഹോം, ഡോഗ്സ് നോട്ട് കാറ്റ്സ്. ഇഫ് യു ഹാവ് കാറ്റ്സ് അറ്റ് ഹോം വി നോ ദാറ്റ് ഈ കാറ്റിന്റെ കാലിന്റെ നഖം എന്ന് പറയുന്നത് നല്ല കൂർത്ത നഖമാണ് അല്ലെ? ആ ക്യാറ്റ് നമ്മളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ആ നഖം വെച്ച് നമ്മൾ മാന്താറില്ല. അത് കളിയുടെ ഭാഗമായിട്ട് നമ്മൾ വേദനിപ്പിക്കാതെ ചെയ്യാറേ ഉള്ളൂ അല്ലെ? പക്ഷെ അതിന്റെ ഒരു തല്ല് കൊടുത്തേ, അപ്പൊ ആ പൂച്ച എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഓപ്പൺ ഇറ്റ്സ്, അതായത് കയ്യില് എന്തോ ചോദിച്ചേ? അല്ല, വളർത്തുന്നവരെന്നെ മാന്തോന്ന് തല്ലിയാല്. ഒന്ന് നോക്കിക്കോ, നിന്റെ വീട്ടിലുണ്ടോ വസുദേവേ കാറ്റോ ഡോഗ് എന്തേലും? കാറ്റും ഉണ്ട് ഡോഗും ഉണ്ട്. ഒരു നല്ല വടിയെടുത്ത് വേദനിക്കാൻ പറ്റുന്ന കാറ്റില്ല, ഡോഗ് ഉണ്ട്. ഞാൻ കാറ്റിനെ പോയി നോക്കുന്നത്. സാധാരണഗതിയില് പൂച്ചയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കൂടെ അല്ലെ വലിയവരുടെ കൂടെ ആണെങ്കിലും കളിക്കും. നമ്മൾ കളിപ്പിക്കുന്നതാണെങ്കിൽ പൂച്ചയൊക്കെ നമ്മുടെ അടുത്ത് വന്നത് എപ്പോഴും ഇങ്ങനെ ദേഹത്ത് മുട്ടിയിരിക്കും അല്ലെ? പക്ഷെ അതിന് അതിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും, ശരീരം നോവുന്ന എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ദേഷ്യം കയറി അത് മാന്തും. ഇപ്പൊ അത് നമ്മളെ കളിക്കുമ്പോഴൊക്കെ കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷെ ഒരിക്കലും അത് നമുക്ക് ആ വേദന വരത്തില്ല. മാന്ത അങ്ങനെ സോഫ്റ്റ് ആയിട്ടായിരിക്കും അതിന്. പക്ഷെ വേദന വന്നു കഴിഞ്ഞാൽ നല്ലപോലെ മാന്തിപ്പൊളിക്കും. അത് ഡോഗ് അല്ല ക്യാറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, സോ ദിസ് ടൈപ്പ് ലയൺ ഒക്കെ ആണെങ്കിലും ലയണിന്റെ ഒക്കെ നല്ല ഷാർപ്പ് ക്ലൗസ് ഉണ്ട് അല്ലെ? It will withdraw inside and it will keep there when it is necessary or when it is in need. What it will do, അത്യാവശ്യ സമയം വരുമ്പോൾ ഗതികെട്ട പുല്ലും തിന്നു പറഞ്ഞ പോലെ അതിനൊരു ഇരയെ കിട്ടുമ്പോൾ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് ഷാർപ്പായിട്ടുള്ള അതിന്റെ നമ്മളിപ്പോ ഒരു ലൈനിന്റെ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കട്ടെ.
Can you see this? കണ്ടോ? ഇവിടെ നോക്കിയല്ലേ, ഈ ലയൺ ആക്ച്വലി ലയണിന്റെ ഇതെന്ന് നമ്മുടെ പൂച്ചയുടെ ഒക്കെ ഫാമിലി പെടുന്ന ലയണും ടൈഗറും ഒക്കെ അല്ലെ, അവര് ഇതില് നോക്ക. ഇപ്പൊ ലയണിന്റെ കയ്യില് ഇത് നോക്കിക്കേ, ഷാർപ്പ് ആയിട്ടുള്ള ക്ലൗസ്. ഹലീമ ഇത് കണ്ടാ നീയാ? ഹലീമ അവിടെ വലിയ കിന്നാരം പറഞ്ഞോണ്ടിരിക്ക. ഹലീമ എവിടെ പോയി? ഞാനിവിടെ ലയണിന്റെ ക്ലൗസ് ഷെയർ ചെയ്തു, കണ്ടാ? അതെ, അവിടെ ഉമ്മയോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നാ? ഇത് ഷാർപ്പ്. പക്ഷെ ഇതെന്താ ചെയ്യുന്നറിയാമോ? സാധാരണ എപ്പോഴും നടക്കുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇത് ഉള്ളിലേക്ക് ഇറ്റ് ക്യാൻ വിഡ്രോ, അത് ഉള്ളിലേക്ക് എടുത്തു വെക്കുന്നുണ്ടോ. എന്നിട്ട് ആവശ്യ സമയത്ത് ഇതാ ഒരു പ്രാണി, ഒരു ജീവിയെ പിടിച്ചു. ആ സമയത്ത് ഇതാ ഈ ബഫലോയിനെ പിടിക്കുന്നു. ആ പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതിന്റെ കയ്യിലെ ആ നഖം അത് ഇതാ എടുക്കും. പോയി, എവിടെയോ പോയി. സ്ക്രീൻ പോയാ? ഓക്കെ, okay. So they have strong claws that can be withdrawn inside their toes. This helps them creep up to their prey without making a sound while hunting. Okay, ഈ നഖം ഉള്ളിലേക്ക് വലിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് എന്താ ഗുണം? പയ്യെ 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 ഇതിങ്ങനെ അതിന്റെ ഇരയുടെ അടുത്തേക്ക് പതിയെ നടന്നു വരുമ്പോൾ, ഇപ്പൊ ഈ ഷാർപ്പായിട്ടുള്ള ക്ലൗൺ, അതായത് അതിന്റെ എന്താ പറയണ്ടേ, നഖം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ ചിലപ്പോ അവിടെയും തട്ടി ഇവിടെയും തട്ടി സൗണ്ട് വരും. അപ്പം അങ്ങനെ സൗണ്ട് വരാതെ സൈലന്റ്ലി ഇറ്റ് ക്യാൻ മൂവ് ടു ദ പ്രേ. സൗണ്ട് വന്നാൽ പിന്നെ അതിന്റെ ഇര അവിടെ നിൽക്കും, ഇതിനെ കാണും, തിരിഞ്ഞു നോക്കും, കാണും, പിന്നെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടും അല്ലെ. ലൈൻ പിടിക്കാൻ വരുമ്പോ അവിടെ നോക്കി നിൽക്കുവോ? നീ ഇന്ന് ബട്ടൺ എടുക്കുമല്ലോ എന്നെ തിന്നോന്നും പറഞ്ഞോണ്ട്? ഇല്ല, അത് രക്ഷപ്പെടാൻ നോക്കും അല്ലെ. അപ്പം ഈ ലൈനിന്റെ ഒക്കെ കായലിലെ നഖം ഉള്ളിലേക്ക് വലിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? പതിയെ പതിയെ. നിങ്ങളുടെ വീട്ടില് ഹൗ മെനി ഓഫ് യു ഹാവ് കാറ്റ്സ് അറ്റ് ഹോം? കാറ്റ്സ്, ഡോഗ്സ് ഉണ്ടല്ലോ? ഡോഗും ക്യാറ്റോ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഡോഗ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്. ഓക്കെ, ശരി, പുടാണ്. ഓക്കെ, ഈ ഡോഗും ക്യാറ്റും ഒക്കെ നടക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ വീടിന് ഉള്ളിൽ പൂച്ച കയറി വരാറുണ്ട് അല്ലെ. നമ്മുടെ സ്വന്തം പൂച്ച അല്ലെങ്കിൽ പോലും അയൽപക്കത്തെയോ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നോ ഒക്കെ ആയിട്ടുള്ള ക്യാറ്റ് നമ്മുടെ ഡോറൊക്കെ തുറന്നിട്ട് കയറും. നമ്മൾ അറിയാറുണ്ട് ഈ സാധനം കയറി വന്നാല് ടപ്പോ 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 എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്ന പോലെയാണ് വരുന്നേ? അല്ല, ഈ സാധനം കയറി വന്ന് നമ്മുടെ വീട്ടിലെ പാത്രത്തിന്റെ അടപ്പ് തട്ടിയിടുമ്പോഴേ നമ്മൾ അറിയുള്ളൂ അല്ലെ. വൈ? എന്തുകൊണ്ടാണ്? വളരെ സോഫ്റ്റ്ലി ഇറ്റ് വാക്സ് വെരി സോഫ്റ്റ്ലി, വളരെ സോഫ്റ്റ് ആയിട്ട് നടക്കുന്നു. അപ്പൊ ഇതിന് ഈ പറഞ്ഞ നമ്മൾ ആ ക്യാറ്റിന് കൊണ്ട് ഈ പറഞ്ഞ ക്ലൗസ്, കൂർത്ത നഖം ഉണ്ട് നമ്മളെ മാന്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ നഖം ഉള്ളിലേക്ക് വിഡ്രോ ചെയ്തിട്ടാണ് സാധാരണ നടക്കുന്നത്. അത് എപ്പോഴും എടുത്ത് പ്രയോഗിക്കുന്നത്? അതിന്റെ പ്രേയെ കിട്ടുമ്പോൾ, അതിന്റെ ഇരയെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ച് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നഖം ഉപയോഗിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് അത് ഉപയോഗിക്കുള്ളൂ, അല്ലാതെ സാധാരണ സമയത്ത് ഉപയോഗിക്കാറില്ല. സോ they have strong claws that can be withdrawn inside their bodies. This helps them to creep to their prey without making a sound while hunting. ഇനി ടപ്പോ ടപ്പോ സൗണ്ട് വെച്ചിട്ട് ലൈൻ ഇരയെ പിടിക്കാൻ ചെന്നാല് ഇര എന്ത് ചെയ്യും? സൗണ്ട് നേരത്തെ അങ്ങനെ കേൾക്കുകയും ചെയ്യും, ഓടി രക്ഷപ്പെടുകയും ചെയ്യും അല്ലെ. അതുകൊണ്ട് സൈലന്റ് ആയിട്ട് പോകാൻ വേണ്ടി എന്താണ് ഇതിന്റെ നഖം ഉള്ളിലേക്ക് വലിക്കാനുള്ള ഇതുണ്ട്. ഇവിടെ ചിത്രത്തിൽ നോക്കിയോ? ഡോർമൗസ് ഹൈബർനേഷൻ ചെയ്യുന്നുണ്ടോ? പേജ് 116 ലാസ്റ്റ് പിക്ചർ, 116 ലാസ്റ്റ് പിക്ചർ. ഡോർമൗസ് ഉറങ്ങുന്നുണ്ടോ? എന്താ സുഖം, ഒരു മാസം കഴിഞ്ഞ് ഇനി കേൾക്കുള്ളൂ. പുറത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ടാകും, ഞാൻ ഉറങ്ങുകയാണ്, ആരും വന്നെന്നെ ശല്യം ചെയ്യാൻ പാടില്ല എന്ന്.
അതായത് ഉറക്കത്തിൽ എണീറ്റാ വിശക്കും അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം ഉറങ്ങി എന്ന് വിചാരിക്കാം. നൈറ്റ് അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ ഭക്ഷണം കൊത്തി കുത്തി ഭക്ഷണം ഒന്നും കഴിക്കാതെ കയറി കിടന്നു. സാധാരണ അന്നേരത്തെ മൂച്ചിനങ്ങ് ഉറങ്ങിപ്പോകും. കുറെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഉറക്കം തെളിയും. കാരണം എന്താ? വി ആർ ഫീലിംഗ് ഹംഗ്രി. ഇഫ് യു ആർ ഫീലിംഗ് ഹംഗ്രി, ക്യാൻ യു സ്ലീപ്പ് അഗെയിൻ? പിന്നെ എന്തായാലും എഴുന്നേറ്റ് കഴിക്കണം അല്ലെ? അതേസമയം ഒറ്റ ഉറക്കം അങ്ങനെ അങ്ങ് ഉറങ്ങുവാണെങ്കിൽ നേരം വിളിക്കുന്നവരെ ചിലപ്പം വിശപ്പ് അറിയത്തില്ല. ഇടയ്ക്കെങ്ങാനും എണീറ്റ് പോയാലോ പിന്നെ വിശപ്പായി, പിന്നെ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാൻ പറ്റത്തില്ല അല്ലെ? അതുപോലെയാണ് നമ്മുടെ ഡോർമോസിനൊക്കെ. ഇനി 1 മാസം 2 മാസം കഴിഞ്ഞാലേ എണീക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ പുറത്ത് വീട്ടിൽ ബോർഡൊക്കെ എഴുതി കെട്ടി തൂക്കും. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ എം സ്ലീപ്പിംഗ്, ഐ വിൽ ഗെറ്റ് അപ്പ് ആഫ്റ്റർ 2 months. എനിക്ക് ഭക്ഷണമൊന്നുമില്ല, ഇതിനിടയ്ക്ക് എണീറ്റാ വിശക്കും, അതുകൊണ്ട് എന്നെ ആരും വിളിക്കണ്ടെന്ന് പറഞ്ഞ് ാണ് ഉറങ്ങുന്നത്. എന്താ സുഖമല്ലേ? കണ്ണടച്ചൊക്കെ ഇരുന്ന് ഉറങ്ങുന്ന നോക്കിയേ. ഓക്കെ. They have eyes in front of their faces. This helps to give them a correct idea about the location of their prey. ഇനി ഇവരുടെ കണ്ണ്, നമ്മുടെ കണ്ണ് എന്താ ബാക്കിലാണ് അവർ പറഞ്ഞേ. They have eyes in the front of their face. ഫേസിന്റെ ഫ്രണ്ടിലാണ്. നമുക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ? പിന്നെന്തേ ഇങ്ങനെ പറഞ്ഞ? They have eyes in front of their faces. This helps them to give them a correct idea. അതായത് കുറച്ചും കൂടെ നമ്മുടെ കണ്ണെന്ന് പറയുന്നത് നോക്കിയാൽ നമ്മുടെ കണ്ണ് കുറച്ച് ഉള്ളിലേക്കാണ് അല്ലെ? ഫ്രണ്ടിലാണെങ്കിൽ പോലും കുറച്ച് ഉള്ളിലേക്കല്ലേ? എന്തിനാ ഇച്ചിരി ഉള്ളിലേക്ക് വെച്ചേക്കുന്നത് കണ്ണ്? അറിയാമോ? നിങ്ങളൊക്കെ കണ്ണ് എവിടെയാ? ഫേസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഇത്തിരി കൂടെ ബാക്കിലേക്ക് കുഴിയിലേക്ക് പോയേക്കുവാണ് അല്ലേ? അല്ലാതെ അങ്ങനെയല്ലേ? കാണിച്ചേ. ഇവിടെ ചിലവരുടെ ഇരിപ്പും നോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണങ്ങ് മേളിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. അല്ല അല്ലെ? അല്ലാതെ ഒരു ചെറിയൊരു, അതായത് നമ്മുടെ മൂക്കൊക്കെ മുന്നോട്ടേക്ക് വന്നിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ഈ എന്തിനായിരിക്കും അങ്ങനെ കുറച്ച് കുഴിയിലോട്ട് കൊണ്ട് വെച്ചേക്കുന്ന ഈ കണ്ണിനെ? ഡുയിനോ? വേറെ വെക്കാൻ സ്ഥലമില്ലാത്തോണ്ടാണോ? ആണോ ഹെവനെ? ഹെവനവിടെ കണ്ണൊക്കെ മെഴിക്കുന്നുണ്ട് അവിടെ ഇരുന്നുണ്ട്. ഉണ്ട് അവിടെ കണ്ണ്. വെരി ഗുഡ്. പ്രൊട്ടക്ഷൻ. എന്ത് പ്രൊട്ടക്ഷൻ ആണ്? ഹെവനെ പോലെയുള്ളവരൊക്കെയാണ് എപ്പോഴും ഉരുണ്ടുകെട്ടി വീഴും, കാലും കൈയൊക്കെ പൊട്ടിക്കും അല്ലെ? എല്ലൊക്കെ പൊട്ടാറില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് വീഴുമ്പോ നമ്മുടെ കണ്ണ് ഡെലിക്കേറ്റഡ് ഓർഗൻ ആണ്. കണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒന്നും കാണൂല അല്ലെ? അപ്പം ഈ പെട്ടെന്ന് നമ്മളിങ്ങനെ വീണ് കഴിഞ്ഞാൽ കണ്ണൊക്കെ പൊട്ടും, മൂക്കൊക്കെ മുറിയും. പക്ഷെ കണ്ണൊക്കെ അങ്ങനെ മുറിയാറുണ്ടോ? ഇല്ല. കാരണം കണ്ണിനെ കുറച്ച് ഉള്ളിലേക്ക് ആക്കി വെച്ചേക്കാണ്. പെട്ടെന്നില്ല. പിന്നെ നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കണ്ണിലേക്ക് ഒരു സാധനം വരുന്നുണ്ട് പെട്ടെന്ന് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ണടഞ്ഞു പോകും. അത് നമ്മുടെ ബോഡിയുടെ ഒരു ഇതാണ്. കാരണം കണ്ണിനെ നമ്മൾ ഡെലിക്കേറ്റഡ് ഓർഗൻ ആണ്, ബട്ട് ഇറ്റ് കനോട്ട് ബി ഫിറ്റ് ഇൻസൈഡ് ദ ബോഡി ബിക്കോസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഐ ഈസ് ടു സീ. അപ്പൊ ഇൻസൈഡിലുള്ള ഒരു ഓർഗനെ പുറത്തുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പുറത്ത് കൊണ്ട് വെച്ചേക്കുന്നത്. പക്ഷെ പുറത്താണെങ്കിലും ഡെലിക്കേറ്റഡ് ഓർഗൻ ആയതുകൊണ്ട് അതിൻ്റെതായ പ്രൊട്ടക്ഷൻസ് ഒക്കെ വേണം. കുറച്ച് ഉള്ളിലോട്ട് വെച്ചതുകൊണ്ട് പെട്ടെന്ന് ഒരു സാധനം വന്ന് ഇങ്ങനെ മുഖത്തോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂക്കൊക്കെ ചിലപ്പോൾ മുറിയും. പക്ഷെ കണ്ണ് അത്ര പെട്ടെന്ന് മുറിയില്ല. ഒരു സേഫ്നെസ് അല്ലെ? നമുക്കൊരു സേഫ്റ്റി ആയിട്ട് എന്ന് കരുതി മുറിയില്ല എന്നല്ല കേട്ടോ. ബട്ട് ഇറ്റ് വിൽ റെഡ്യൂസ് ദ പോസിബിലിറ്റി. അതായത് നമ്മൾ മുറിയാനുള്ള സാധ്യത കുറയ്ക്കും. മൂക്കും പല്ലും ചുണ്ടും ഒക്കെ മുറിയുന്ന ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ കണ്ണ് കുറച്ചുള്ളിലോട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് മുറിയത്തില്ല. അപ്പം ഇങ്ങനെ വീണാൽ തന്നെ നമ്മുടെ നെറ്റി ഇവിടെ ഒക്കെ മുറിഞ്ഞെന്ന് വരും, കണ്ണ് ചിലപ്പം ഒന്നും പറ്റാതെ വരും. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ലൈനിന്റെ ഒക്കെ ഐസ് ഞാൻ കാണിച്ചാലോ? ലൈനിന്റെ ഐസ് എന്ത് ചെയ്യും? Three minutes are left. ആഹാ, സൂപ്പർ. കണ്ടാ? നല്ല കണ്ണല്ലേ? എന്താ നോട്ടം പേടിയൊന്നു. എന്താ കണ്ടോ? അപ്പം the eyes of their eyes are in front of their faces. This helps them to correct vision to see their prey. അവരുടെ ഇരയെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടേതും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവർക്ക് കുറച്ചും കൂടെ നമ്മളെക്കാൾ കുറച്ചും കൂടി വേഗത്തിൽ കാണാൻ പറ്റുന്നു.
Deer also live in grasslands. They eat grass and leaves and have to protect themselves from the predators such as lions. They have the following adaptations. In next, lion മാത്രമല്ല അവിടെ ഉള്ളത്, deers are there. Deers also they are eating grass. അപ്പൊ അതുകൊണ്ട് എപ്പോഴും തന്നെ ഗ്രാസിൽ ഉണ്ടാകും. പക്ഷെ ഈ ലൈൻ അവരെ തിന്നുന്നത് കൊണ്ട് ലൈന് ആണ് ഇവരെ തിന്നുന്നത്. അപ്പൊ ശത്രുക്കളിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് they have some adaptations. ആർക്ക്? deersന്. What are that? They have strong flat hind teeth for chewing plants. അവരുടെ പുല്ല് കടിച്ചു പറിച്ച് തിന്നാൻ വേണ്ടി they have flat hind teeth. അതായത് അണപ്പല്ല് നന്നായിട്ട് കടിച്ചു തിന്നാൻ പറ്റുന്ന രീതിയിൽ ചൂയിങ് പ്ലാന്റ്സ് പുല്ല് നന്നായിട്ട് ചവച്ചരച്ച് തിന്നാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റി ഉള്ള ഹെൽപ്പ് ചെയ്യുന്ന തരം പല്ലുണ്ട്. നെക്സ്റ്റ് they have a long ears to hear movements of ഒരു സെക്കൻഡ് predators. അതായത് ശത്രുക്കളുടെ സൗണ്ട് കേൾക്കാൻ വേഗം കേൾക്കാൻ വേണ്ടിയിട്ട് ദൂരെ തന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ചെവി ലോങ് ഇയേഴ്സ് ഉണ്ട്. ഓക്കെ, can you see this deer? ഡിയറിനെ കാണാൻ പറ്റുമോ? ഡിയറിന്റെ ചെവി നോക്കിക്കേ, ബിഗ് വൺ, ഷാർപ്പാണ്. അതാ ഈ കുഞ്ഞു ബേബി ഇവിടെ കിടക്കുന്നതിന്റെ പോലെ ഇങ്ങോട്ട് ചെവി നോക്കിക്കേ. അപ്പൊ ഇതിന്റെ ചെവിയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ക്യാൻ ഹിയർ ദ സൗണ്ട് ഫ്രം ലോങ് ഡിസ്റ്റൻസ്. ദൂരെ നിന്ന് കേൾക്കാൻ തന്നെ സാധിക്കും. ഇപ്പം എന്തെങ്കിലും അനിമൽസ് അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, they have long ears to hear movements of predators. They have eyes on the side of their heads. This enables them to look in all directions for danger. See, there are eyes രണ്ട് സൈഡിലായിട്ട് ഒന്ന് ഇപ്പുറം അപ്പുറം ഇപ്പുറം മറ്റേ ലൈനിന്റെ കറക്റ്റ് ഫ്രണ്ടിൽ വന്ന പോലെയല്ല, കുറച്ച് ദൂരം. അപ്പൊ ഇതിന് എല്ലായിടത്തും കാണാൻ പറ്റും. എല്ലാ ഡയറക്ഷനിലേക്കും പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന ഫെസിലിറ്റി ഉണ്ട്. നെക്സ്റ്റ്, they have a strong legs and can run very fast. The deer can run very fast. ഇതിന്റെ കാല് നോക്കിക്കെ, വളരെ നീണ്ട കാലുകളാണ് അല്ലെ. It can have a very strong. നമ്മുടെ ടൈം തീരാനായി, ക്ലാസ് ഇപ്പൊ കട്ടാം കേട്ടോ. Legs, it can run very fast. This helps them to run very fast. They move in herds. This also helps to protect them from predators. Herds means in group. They won't move one by one. ഒരെണ്ണമായിട്ടാ മൂവ് ചെയ്യാറില്ല, കൂടുതലും അവർ ഗ്രൂപ്പ് ആയിട്ടാണ് നടക്കുന്നത്, കുറെ എണ്ണങ്ങൾ കൂടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിമീസ് വരുമ്പോഴേക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഓടി രക്ഷപ്പെടാൻ പറ്റും. ഒന്നിങ്ങോട്ട് പോകുമ്പോൾ ഒന്നിനെ അങ്ങനെ ഓരോന്നിനും ശ്രദ്ധിച്ച് എനിമീസിന് ശ്രദ്ധ മാറ്റാൻ പറ്റും.